സരിത നായർക്ക് ശേഷവും സ്വപ്ന സുരേഷിന് ശേഷവും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കിട്ടിയ മൂന്നാമത്തെ ചാകര. മലയാള മാധ്യമങ്ങളുടെ മൂന്നാമത്തെ ചാകര. അതിൻ്റെ പേരാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. സ്വാഗതം, വണക്കം, നമസ്കാരം. ഇന്ന് കേരളത്തിലെ ചാനലുകളിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്, ഉറഞ്ഞാടുന്നത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ വെളിപ്പെടുത്തലുകളും അതിനനുബന്ധമായി ഇരയാക്കപ്പെട്ടു എന്ന് പറയുന്ന നടികളുടെ പൊതുവായ പ്രസ്താവനകളും പരാതികളുമൊക്കെയാണ്. ഇത് കുറച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ ചില ചാനലുകൾ വളരെ കുറച്ചു നേരം മാത്രം കണ്ടു. തുടർന്ന് കാണുവാനുള്ള മനസ്സുണ്ടായില്ല, മനസ്സ് മടുത്തുപോയി. അതുകൊണ്ട് തന്നെ ഈ ചാനലുകൾ നിങ്ങൾക്കായി വിളമ്പിത്തരുന്ന വിഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വാസ്തവികതയോട് നീതി പുലർത്തുന്ന ചില ചിന്തകൾ നിങ്ങളുമായി പങ്കിടുക അനിവാര്യമാണ്, കടമയാണ് എന്ന നിർബന്ധം എന്നെ ബാധിച്ചതുകൊണ്ടാണ് മനസ്സോടെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിന് മുൻപ് 2 വീഡിയോകൾ ഈ വിഷയത്തെപ്പറ്റി ചെയ്ത ശേഷം ആ വാതിൽ ഞാൻ അടച്ചതാണ്. അതിനെപ്പറ്റി ഒന്നും തന്നെ തുടർച്ചയായി പ്രസ്താവിക്കേണ്ട ആവശ്യമില്ല എന്ന നിഗമനത്തിൽ എത്തിയതുമാണ്. എന്നാൽ സംഗതികളുടെ പോക്ക് ഇപ്രകാരമാകയാൽ ഈ ഒരു റിപ്പോർട്ടിൽ കൂടെ, അതിൻ്റെ ഉള്ളടക്കത്തിൽ കൂടെയും അത് ഭാഗികമായി വെളിപ്പെടുത്തിയ ശേഷം അനുബന്ധമായി നടന്ന വെളിപ്പെടുത്തലുകളിൽ കൂടെയും നമുക്ക് ബോധ്യപ്പെടേണ്ട യാഥാർത്ഥ്യങ്ങൾ എന്താണ്, നാം തിരിച്ചറിയേണ്ട സത്യം എന്താണ്, ഈ ഒരു സംഭവം നമ്മെ വിളിച്ചറിയിക്കുന്ന യാഥാർത്ഥ്യം എന്താണ്, ഇത് മറ്റൊരു ചാനലും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുവാൻ യാതൊരു സാധ്യതയുമില്ലാത്തത് കൊണ്ട്, ആരും പരാമർശിക്കാൻ ഇടയില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്കറിയുവാൻ താല്പര്യമുള്ളത് കൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, എൻ്റെ അഭിപ്രായത്തിൽ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നത് മാധ്യമ ലോകത്തിൽ, സിനിമാ ലോകത്തിൽ ഇപ്രകാരമുള്ള ധാർമ്മികമായ അഴിഞ്ഞാട്ടമുണ്ട്, അതിൽ സ്ത്രീകൾ ഇരയാക്കപ്പെടുന്നുണ്ട്, ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതല്ല. അങ്ങനെ നടക്കുന്നില്ല എന്നല്ല ഞാനതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് എക്കാലത്തും അറിയാമായിരുന്നു. ഞാൻ എൻ്റെ മുൻപ് ഉള്ള ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ, കുറഞ്ഞ പക്ഷം ഒരു 50 വർഷത്തിന് മുൻപ് ഈ കാര്യത്തെപ്പറ്റി എനിക്കറിയാമായിരുന്നു. എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും അറിയാമായിരുന്നു. ഞാൻ സംസാരിച്ചവരുടെ കാര്യത്തിൽ, മറ്റുള്ളവരുടെ സംസാരം കേട്ടതിൽ നിന്ന്, സമൂഹത്തിൽ നിലനിന്ന ധാരണകളിൽ നിന്ന്, ഉദാഹരണമായിട്ട് അന്ന് ഒരു നടിയെ നല്ല കുടുംബത്തിൽ എന്ന് പറയുന്ന ഒരു യുവാവ് വിവാഹം കഴിക്കുമായിരുന്നില്ല. നടിക്ക് സൗന്ദര്യമുണ്ട്, സൗന്ദര്യം കാണാൻ യുവാവിന് കൊതിയാണ്. എങ്കിലും അങ്ങനെ ഒരു വിവാഹം നടത്തുവാൻ അവൻ വലിയ തൻ്റെയിടം കാണിച്ച് ആ നദിയോടുള്ള പ്രേമത്തിൻ്റെ ഭ്രാന്തിൽ ഇറങ്ങിപ്പോയെങ്കിൽ ആയി, അല്ലെങ്കിൽ ഒത്തു. കുടുംബസമ്മതത്തോടെ അപ്രകാരം ഒരു വിവാഹം നടക്കുമായിരുന്നില്ല എന്നാണ് എൻ്റെ ധാരണ. ആട്ടെ, ഞാൻ ഈ വിഷയത്തെപ്പറ്റി കൂടുതലായി പ്രതിപാദിക്കുന്നില്ല. മനസ്സ് പുണ്ണാക്കുന്ന പ്രശ്നങ്ങളാണിവ. എന്നാൽ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നത് അതിൻ്റെ ഉള്ളടക്കം കൊണ്ട് മാത്രമല്ല, ആ റിപ്പോർട്ട് എപ്രകാരം കൈപ്പറ്റിയെന്നും എപ്രകാരം 4-4.5 വർഷം അത് കൈയാളിയെന്നും അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്നുമൊക്കെ ഇതിൻ്റെ അകത്ത് വെച്ച് നോക്കുമ്പോൾ നാം എല്ലാവരും വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യം,
കേരള സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ ലൈംഗികമായ അരാജകത്വം നടമാടുന്നു എന്നുള്ളതല്ല. അതെക്കാലത്തും ഉണ്ടായിരുന്നു. അത് സിനിമാ ലോകത്ത് മാത്രമല്ല. അങ്ങനെയാണ് എന്ന് നമ്മൾ പറയുന്നത് ഒരു അഭിനയവും കാപട്യവും മാത്രമാണ്. കേൾക്കാൻ സുഖമുള്ള ഒരു നുണയാണ്. ഏറ്റവും പ്രത്യേകമായി, ഏറ്റവും ശ്രദ്ധേയമായി നമുക്ക് ഇപ്പോൾ ചിന്തിക്കേണ്ട കാര്യം, കേരള സമൂഹത്തിൽ ഇങ്ങനെ ഒരു ലൈംഗികമായ അരാജകത്വം ചിലയിടങ്ങളിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നു. കോവിഡ് കാലത്ത് ഐസൊലേഷൻ വാർഡ് എന്ന് പറയുന്നത് പോലെ ഈ ലൈംഗികമെന്ന കോവിഡ് അന്ന സ്ഥലത്തുണ്ട്, അവിടെ നമുക്ക് ഐസൊലേഷൻ വാർഡ് ഉണ്ടാക്കാം എന്ന് പറയുന്നതൊക്കെ വെറും പൊട്ടത്തരമാണ്, പീറത്തരമാണിത്. നാം തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യം, കേരള സമൂഹം സത്യത്തിൽ നിന്ന് ഒളിച്ചോടുവാൻ മാത്രം പ്രാപ്തിയുള്ളൊരു സമൂഹമാണ്. അതാണ് ഇതിൻ്റെ അടിസ്ഥാന തത്വം, അടിസ്ഥാന മർമ്മം, അടിസ്ഥാന യാഥാർത്ഥ്യം. ഇതിൽ കൂടെ അല്ലാതെ ഈ വിഷയത്തെ സമീപിക്കുവാനോ മനസ്സിലാക്കുവാനോ ഇതിനെ ഏതെങ്കിലും വിധത്തിലൊരു നിയന്ത്രണത്തിൽ കൊണ്ടുവരുവാനോ സാധ്യമല്ല എന്നതാണ് പച്ച പരമാർത്ഥം. എന്നാൽ ഇത് മാത്രം ആരും പരാമർശിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വിഷയത്തെ മൂന്നാമതും കൂടെ ഒന്ന് കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ സമൂഹം സത്യത്തിൽ നിന്ന് ഒളിച്ചോടുവാൻ വളരെ വ്യഗ്രതയും നൈപുണ്യവും സാമർഥ്യവും ആർജിച്ചിട്ടുള്ള ഒരു സമൂഹമാണ്. അതിന് നമ്മുടെ ഭക്തി, മതപരമായ ഭക്തി നമ്മെ നന്നേ സഹായിക്കുന്നുണ്ട്. കാരണം മതപരമായ ഭക്തി വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും പുണ്യാളന്മാരാണ്. അതുകൊണ്ട് അവർക്കങ്ങനെ അഭിനയിച്ചേ സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് സിനിമാ ലോകത്തിലുള്ള നടീനടന്മാർ അവരുടെ സ്ക്രിപ്റ്റ് അനുസരിച്ച് അഭിനയിക്കുമ്പോൾ ബാക്കിയുള്ള നമ്മളുടേതായ സ്ക്രിപ്റ്റ് അനുസരിച്ച് അഭിനയിച്ചു കൊണ്ടേയിരിക്കുകയാണ്. നല്ല ഭേഷായിട്ട് അഭിനയിച്ചു കൊണ്ടേയിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. ഇത് ഞാൻ എന്നെയും ഉൾപ്പെടുത്തിയാണ് സംസാരിക്കുന്നത്. ഈ മുഖം മൂടിയൊന്ന് അഴിച്ചു വെച്ചിട്ട് ചത്തുപോകുന്നതിന് മുൻപ്, കുഴിയിൽ വീഴുന്നതിന് മുൻപ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സത്യം പറയുവാൻ, സത്യത്തെ അഭിമുഖീകരിക്കാൻ നമുക്ക് അല്പം ഒരു ആർജവം ഉണ്ടാകണം. അതില്ലാത്തതാണ് നമ്മുടെ പ്രശ്നം. ഈ വിഷയത്തിൽ കൂടെ, ഈ സംഭവത്തിൽ കൂടെ, ഈ വെളിപ്പെടുത്തലിൽ കൂടെ, ഈ റിപ്പോർട്ടിൽ കൂടെ, റിപ്പോർട്ടിനെ കേരള സമൂഹം അല്ലെങ്കിൽ സർക്കാർ കൈകാര്യം ചെയ്തതിൽ കൂടി, ഇപ്പം മാധ്യമങ്ങളിട്ട് പട്ടുതട്ടുന്നതിൽ കൂടെ നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ക്ഷമയോടെ കേൾക്കുമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. പ്രിയമുള്ളവരെ, കേരള സമൂഹം ഒരു വലിയ പട്ടിണിയിലാണ്. നമ്മുടെ ഇടയിൽ ഒരു വലിയ ക്ഷാമമുണ്ട്. ദർ ഇസ് എ ഗ്രേറ്റ് ഫാമിൻ ഇൻ കേരള. അതെന്താണ് ആ ഒരു വലിയ ക്ഷാമം? അത് ലൈംഗിക ക്ഷാമമല്ല. ആ ലൈംഗിക ക്ഷാമം ആ വലിയ ക്ഷാമത്തിൻ്റെ ഒരു അംശം മാത്രമാണ്. കേരളത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന, കേരളത്തിൻ്റെ തനിമയെ, കേരളത്തിൻ്റെ ആത്മാവിനെ, കേരളത്തിൻ്റെ സംസ്കാരത്തെ, കേരളത്തിൻ്റെ ഭാവിയെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ക്ഷാമത്തിൻ്റെ പേര് വൈകാരികമായ ക്ഷാമമെന്നാണ്. ഇമോഷണൽ ഫാമിൻ. കേരള സമൂഹം ഈ ഒരു വശത്തിൽ, ഈ ഒരു കാര്യത്തിൽ എത്രമാത്രം അധപ്പതിച്ചു പോയിരിക്കുന്നു, എത്രമാത്രം ഇടിഞ്ഞു പോയിരിക്കുന്നു, എത്രമാത്രം ചപ്പും ചവറുമായിരിക്കുന്നു എന്നത് തിരിച്ചറിയുവാൻ നാം നടുങ്ങുകയാണ്, ഞെട്ടി വിറയ്ക്കുകയാണ്, ഭയപ്പെടുകയാണ്, അറയ്ക്കുകയാണ്. ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ ഈ ഒരു ദുരവസ്ഥയിൽ നിന്ന് എന്തെങ്കിലും ഒരു വിടുതൽ പ്രാപിക്കുവാൻ നമുക്ക് ഇടവരികയുള്ളൂ. എന്തുകൊണ്ടാണ് കേരള സമൂഹം, കേരളീയർ വൈകാരികമായ ക്ഷാമത്തിൻ്റെ ചുഴിയിൽപ്പെട്ട് ഇത്രമാത്രം നട്ടം തിരിയുന്നത് എന്നതിന് എനിക്ക് മനസ്സിലായ വിധത്തിൽ ഞാൻ ഒരു വിശദീകരണം നിങ്ങളുമായി പങ്കിട്ടുകൊള്ളട്ടെ. നമുക്കറിയാം, ഭാരതത്തിൽ
ഉപഭോക്തൃ സംസ്കാരം ആദ്യം ഏറ്റെടുത്തത്, ഏറ്റവും കൂടുതൽ വളർത്തിയെടുത്തത്, ഏറ്റവും സുന്ദരമായി ആസ്വദിച്ചു കൊണ്ടേയിരുന്നത് കേരള സമൂഹം തന്നെയാണ്. അതിന് പ്രധാനപ്പെട്ട കാര്യം വിയർപ്പിൻ്റെ മണമില്ലാത്ത ധനം കേരളത്തിൽ വലിയ തോതിൽ കുമിഞ്ഞുകൂടി. അത് വിയർപ്പിൻ്റെ മണമില്ലാത്ത പണമെന്ന് ഞാൻ പറയുമ്പോൾ അതിനുവേണ്ടി ആരും അധ്വാനിച്ചില്ല എന്നർത്ഥത്തിലല്ല ഞാനീ പറയുന്നത്. നമ്മുടെ ഇടയിൽ നിന്ന് ആളുകൾ വിദേശത്ത് പോയി അവരവിടെ നന്നേ വിയർത്ത് അധ്വാനിച്ച് ഉണ്ടാക്കിയ ഈ പണം, മണി ഓർഡർ ഇക്കോണമി എന്നൊക്കെ നമ്മൾ നല്ല സുന്ദരമായ ഭാഷയിൽ പറയുന്ന ഒരു വ്യവസ്ഥിതി ഉണ്ടാക്കുകയും അങ്ങനെ അധ്വാനിക്കാതെ മാസം തോറും വീട്ടിൽ വന്ന് കൂടുന്ന പണം കൊണ്ട് സുഖിച്ച് ജീവിക്കുവാൻ, നന്നേ സുഖിച്ച് ജീവിക്കുവാൻ, മറ്റുള്ളവർ കണ്ടാൽ അസൂയ തോന്നിക്കുന്ന വിധത്തിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടെ ജീവിക്കുവാൻ, അധ്വാനിക്കാതെ ക്ലേശിക്കാതെ ജീവിതത്തിൻ്റെ അലലൊന്നും അറിയാതെ ജീവിക്കുവാനുള്ള ഒരു ഉദവി, ഒരു ഭാഗ്യം, ഒരു ലോട്ടറി നമുക്കുണ്ടായി. അതുകൊണ്ട് ഏതെല്ലാം വിധത്തിൽ കേരളത്തിൻ്റെ മനുഷ്യത്വത്തിന് പോറൽ വന്നു, കേടുവന്നു, രോഗം വന്നു എന്നത് വേണ്ടതുപോലെ ആരും ശ്രദ്ധിച്ചില്ല. ഉദാഹരണമായിട്ട് കേരളത്തിലെ എത്രയോ കുടുംബങ്ങളാണ് മുറിഞ്ഞു പോയത്. ഒന്നിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് വെളിയിലായിരിക്കും. കുടുംബത്തിൻ്റെ പകുതി ഇവിടെ, പകുതി അവിടെ. ഇക്കരയാണെൻ്റെ മാനസം, അക്കരയാണെൻ്റെ താമസം എന്നൊക്കെ പറയുന്നത് പോലെ. അങ്ങനെയാണോ ആ പാട്ടെന്ന് എനിക്കറിയില്ല. ചുമ്മാ മനസ്സിൽ തെളി വന്നപ്പോൾ ഞാനൊന്ന് പാടി നോക്കി, അത്രമാത്രം. അപ്പോൾ ഈ ഉപഭോക്തൃ സംസ്കാരം അതിൻ്റെ ഒരു വലിയ പ്രശ്നമുണ്ട്. ഇതിനെപ്പറ്റി കേരളീയർ വേണ്ടതുപോലെ ചിന്തിച്ചില്ല, അന്വേഷിച്ചില്ല, മനസ്സിലാക്കാൻ ശ്രമിച്ചുമില്ല. ആരും അങ്ങനെ മനസ്സിലാക്കിക്കാൻ അവരെ സഹായിച്ചുമില്ല. അതെന്താണ്? ലോകത്തിലെമ്പാടും ഉപഭോക്തൃ സംസ്കാരത്തെപ്പറ്റി പഠിച്ചിട്ടുള്ള ചിന്തകന്മാർ ഒരേ സ്വരത്തിൽ പറയുന്നത്, ഈ ഉപഭോക്തൃ സംസ്കാരത്തിൽ പെട്ടുപോകുന്ന മനുഷ്യർക്ക് സംഭവിക്കുന്നത് അവരുടെ മനുഷ്യത്വത്തിൻ്റെ തളർച്ചയാണ്. ദ വീക്കനിങ് ഓഫ് ദെയർ ഹ്യൂമാനിറ്റി. പ്രത്യേകിച്ച് മനസ്സിലാക്കുക, ഉപഭോക്തൃ സംസ്കാരത്തിൽ പെട്ടുപോകുന്ന വ്യക്തികൾ, മനുഷ്യർ, സമൂഹം, അതിലെ അംഗങ്ങളായിരിക്കുന്ന ഓരോ വ്യക്തികളുടെയും വയറിൻ്റെ സന്തോഷമാണ്. വായിൽ കൂടെ എന്ത് അകത്തേക്ക് പ്രവേശിക്കുന്നു അത് വയറ്റിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം. പിന്നെ മറ്റ് സന്തോഷങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ ഒരു സന്തോഷം. മനുഷ്യൻ്റെ വ്യക്തിത്വം ഏതാണ്ട് വയറ് കൊണ്ട് മാത്രം നിശ്ചയിക്കുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ വഴുതിപ്പോകുന്നത് അറിയാതെ പോകുന്നു. അതുകൊണ്ടാണ് കേരളത്തിൽ ബൗദ്ധികമായ പ്രത്യേക താല്പര്യമൊന്നും പൊതുജനത്തിനില്ല. വ്യക്തികൾക്ക് അവിടെയും ഇവിടെയൊക്കെ ഉണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. തലയെടുപ്പുള്ള ചിന്തകർ ഇപ്പോഴും കേരളത്തിലുണ്ട്. അങ്ങനെ പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. പക്ഷേ കേരളത്തിലുള്ള പൊതുവായ അവസ്ഥ നോക്കുമ്പോൾ ബൗദ്ധികമായ താല്പര്യം ഒട്ടുമേ ഇല്ലാത്ത ഒരു സംസ്ഥാനമാണ്, ഒരു സമൂഹമാണ് കേരളത്തിലേത് എന്ന അനുഭവം കൊണ്ട് എനിക്ക് പറയാൻ കഴിയും. ഇവിടെ ആളുകൾക്ക് താല്പര്യം ഉപഭോക്തൃ സംസ്കാരത്തിലാണ്. ഈ ഉപഭോക്തൃ സംസ്കാരത്തിൽ മനുഷ്യൻ്റെ മനുഷ്യത്വം ശോഷിച്ചു പോകുന്നു എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ 3 പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഞാൻ മുൻപൊരു വീഡിയോയിൽ സൂചിപ്പിച്ചതാണ്. ഈ തരുണത്തിൽ അതിൻ്റെ ഓർമ്മ പുതുക്കേണ്ട അത്യാവശ്യമുള്ളത് കൊണ്ട് മാത്രം ഒന്നും ആവർത്തിക്കുവാൻ താല്പര്യമില്ല എങ്കിലും ഞാനത് നിങ്ങളുടെ ഓർമ്മയിൽപ്പെടുത്തുകയാണ്. 1, ചിന്തിക്കുവാനുള്ള താല്പര്യം, ബൗദ്ധികമായി വളരുവാനുള്ള താല്പര്യം നമുക്കില്ല. ദയവായി തിരിച്ചറിയുക. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ പൊതുവായ നിലവാരത്തെ പറ്റിയാണ് പറയുന്നത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായ നല്ല വ്യക്തികൾ, ചിന്താ ലോകത്തിൽ വളരെ സന്തോഷിച്ച് മുന്നോട്ട് ഗമിക്കുന്ന നല്ല കേരളീയരുണ്ട്. അവരപൂർവമാണ്, പക്ഷേ അവരുണ്ട്. അവർ മുഴുവനായും തിരോധാനം ചെയ്തിട്ടില്ല. എന്നാൽ പൊതുവായ അവസ്ഥയെപ്പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ 100 പേരെടുത്താൽ 95 ഞാൻ ഈ പറഞ്ഞ കൂട്ടത്തിലാണ്. യാതൊരു ബൗദ്ധികമായ താല്പര്യവുമില്ല.
ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഒരു പുസ്തകം വായിക്കണം എന്ന് ചിന്തിക്കുന്ന എത്ര മലയാളികളുണ്ട്? അല്ല വേണ്ട, ഈ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങളിൽ ശ്രദ്ധ ചെലുത്തുമ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും ആശയം പ്രാപിക്കാൻ സാധിക്കുമോ? ഇപ്പോൾ ഒരു വീഡിയോ കേരളത്തിൽ ഒരു വീഡിയോ മലയാളത്തിൽ പബ്ലിഷ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അവൻ അവളെ ചവിട്ടിക്കൊന്നു. ഇത് ഞാൻ ഇന്നലെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു വീഡിയോ. ആരാരെ ചവിട്ടിക്കൊന്നു ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം നിങ്ങൾക്കെല്ലാം അറിയാമത്. അത് 1 മണിക്കൂർ കൊണ്ട് 2 ലക്ഷം 3 ലക്ഷം പേര് കാണും. അതേസമയം ജീവൻ്റെ മാഹാത്മ്യം വർദ്ധിപ്പിക്കുന്നതിന് ഈ ഒരു ആശയം നല്ലതാണ് എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇട്ടാൽ അത് 100 പേര് കാണും. ഇതാണ് നമ്മുടെ അവസ്ഥ. ഇത് പച്ച പരമാർത്ഥമാണ്. ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഞാൻ മോൺസൺ മാവുങ്കലിനെ പറ്റി വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് പെട്ടെന്ന് 3000 പേര് കണ്ടു. ഞാൻ യേശുവിൻ്റെ ആശയങ്ങളെപ്പറ്റി വീഡിയോ ഇട്ടാൽ അത് 300 പേര് കഷ്ടിച്ച് കാണും. ഈ 300 പേര് കാണുന്നതും 30 മിനിറ്റുള്ളൊരു വീഡിയോ, അത് 5 മിനിറ്റ് 7 മിനിറ്റ് മാത്രമേ കാണുകയുള്ളൂ. നമ്മുടെ താല്പര്യം അത്രമാത്രമാണ്. അതെന്തുകൊണ്ടാണ് എന്ന് കേരളത്തിലെ ജനം തിരിച്ചറിയുന്നില്ല. അതാണ് പ്രശ്നം. നാം വളരുന്നില്ല. രണ്ടാമത്, വൈകാരികമായി നാം വളരുന്നില്ല. നാം വൈകാരികമായി എത്രമാത്രം പാപ്പരത്വത്തിലേക്ക് വീണുപോയി എന്ന് കേരളത്തിലെ ജനം അറിയുന്നില്ല. അതുകൊണ്ട് പല ആളുകളോട് ഞാൻ ഇടപെടുമ്പോൾ ഇവരുടെ മനുഷ്യത്വത്തിൻ്റെ തോത് എന്താണെന്ന് ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഇവരുടെ ഉള്ളെവിടെയാണ്? ഉള്ളൊന്ന് സ്പർശിക്കാൻ സാധിക്കുമോ? നമ്മളൊരു കല്ലുകൊണ്ടുള്ള പ്രതിമയോട് സംസാരിക്കുന്നത് പോലെയാണ്. പ്രത്യേകിച്ച് അധികാരത്തിലിരിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് പരിശുദ്ധരെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് നേതാക്കന്മാരെന്ന് പറഞ്ഞ നടക്കുന്ന ആളുകൾ, പിന്നെ മാന്യന്മാരെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ കല്ല് പോലെയാണ്. ഈ ഒരു പ്രശ്നം, ഞാൻ മൂന്നാമത്തെ പ്രശ്നത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല, സമയം കൈവിട്ടു പോകുമെന്നതുകൊണ്ട് മാത്രം. ഈ ഒരു പ്രശ്നമാണ് ഏറ്റവും പ്രധാനമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൂടെ നാം വാസ്തവത്തിൽ തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് ഈ ലൈംഗികമായ അരാജകത്വത്തെപ്പറ്റി ശരിക്ക് ഒരു ധാരണ നമുക്കുണ്ടാകണമെങ്കിൽ, അതിനെ വേണ്ടതുപോലെ മനസ്സിലാക്കണമെങ്കിൽ, ഇതിൽ പൊതുവായൊരു പ്രശ്നവും പ്രത്യേകമായൊരു പ്രശ്നവും പതിയിരിപ്പുണ്ട് എന്ന് നാം തിരിച്ചറിയണം. എന്താണ് പൊതുവായ പ്രശ്നം? കേരളത്തിലെ നിലവിലുള്ള സംസ്കാരത്തിൽ, ഈ സംസ്കാരത്തിൽ വളർന്നു വരുന്ന വ്യക്തികളിൽ ഭീകരമായ ഒരു വൈകാരിക ക്ഷാമം നിലനിൽക്കുന്നുണ്ട്. അതിനെ ഏതെല്ലാം വിധത്തിൽ ചികിത്സിക്കാം, പോംവഴി കണ്ടെത്താം, ഉള്ളിൽ വർദ്ധിച്ചു വരുന്ന ദാഹത്തെ എങ്ങനെ ശമിപ്പിക്കാം, അതിന് 2 മാർഗങ്ങളേ ഉള്ളൂ. ഒന്ന്, നിലനിൽക്കുന്ന അർത്ഥവത്തായ ഉത്തരവാദിത്വ ബോധമുള്ള മനുഷ്യത്വത്തിൻ്റെ ഗന്ധമുള്ള സ്ഥായിയായ ബന്ധങ്ങൾ സ്ഥാപിക്കുകയും ആ ബന്ധങ്ങളിൽ കൂടെ വളരുകയും ചെയ്യുക. ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഏതെങ്കിലും ബന്ധത്തിലേർപ്പെട്ടാൽ ആ ബന്ധത്തിൽ കൂടെ നിങ്ങളും നിങ്ങളുടെ കൂടെ സഹകരിക്കുന്ന വ്യക്തിയും വളരുന്നില്ല എങ്കിൽ ആ ബന്ധത്തോട് ആത്മാർത്ഥത കാണിക്കുവാൻ, സത്യസന്ധത പാലിക്കുവാൻ, നീതി പാലിക്കുവാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ആർക്കും സാധ്യമല്ല. നമുക്ക് ബന്ധങ്ങൾ നൽകിയിരിക്കുന്നത് അവ വളർച്ചയുടെ മാധ്യമങ്ങളായിട്ടാണ്. റിലേഷൻഷിപ്സ് ആർ ഗിവൺ ടു അസ് ടു സെർവ് ആസ് ദ മീഡിയം ഫോർ അവർ ഗ്രോത്ത്. ബന്ധങ്ങളിൽ കൂടെ നാം വളരുന്നില്ല എങ്കിൽ പിന്നെ സംഭവിക്കുന്നത്, ആ ബന്ധത്തിലേർപ്പെടുന്ന 2 വ്യക്തികൾ പരസ്പരം ചൂഷണം ചെയ്യുന്നു. ആ ചൂഷണത്തിൽ വഞ്ചനയും ചതിയും കാപട്യവും അഭിനയവും ഉണ്ടായിരിക്കും, അനിവാര്യമായും ഉണ്ടായിരിക്കും. അവസരം തീരെയില്ല എങ്കിൽ ചിലപ്പോൾ അതിൻ്റെ തോതിന് കുറവ് വരുമെന്നല്ലാതെ ഞാനീ പറയുന്ന തത്വത്തിന് യാതൊരു മാറ്റവും സംഭവിക്കുകയില്ല എന്നെ കേൾക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും ആരും കാണുക സമ്മതിക്കുകയില്ല എങ്കിലും കറക് അടച്ച്
തനിച്ച് മുറിയിലിരുന്ന് സമ്മതിക്കുന്ന കാര്യം തന്നെയാണ്. യാതൊരു സംശയവും ഈ കാര്യത്തിൽ എനിക്കില്ല തന്നെ. അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യം പൊതുവായ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന മറ്റെല്ലായിടത്തും കൊണ്ടെല്ലാം നല്ലതാണെന്നല്ല ഞാൻ കേരളത്തിൻ്റെ കാര്യം മാത്രം പറയുകയാണ്. നമ്മുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്കാരം, അതിൽ സ്ഥിതി ചെയ്യുന്ന മനുഷ്യൻ്റെ അവസ്ഥ വളരെ വളരെ വൈകാരികമായ ഒരു ശ്വാസം മുട്ടലിൻ്റെ, ഒരു വലിയ ശമിക്കാത്ത ദാഹത്തിൻ്റെ, ഭ്രാന്ത് പിടിക്കുന്നൊരു ദാഹത്തിൻ്റെ ഒരവസ്ഥയാണ്. മനുഷ്യബന്ധങ്ങൾ മൂലം സ്നേഹവും സന്തോഷവും തൃപ്തിയും സമാധാനവും ആന്തരികമായ ആ ഒരു കെട്ടുറപ്പും സ്റ്റെബിലിറ്റിയും അനുഭവിക്കുന്നവർ നന്നേ കുറവാണ്. ഇതാണ് സത്യം. നാം തിരിച്ചറിഞ്ഞേ മതിയാകുകയുള്ളൂ. ഇത് തിരിച്ചറിയുന്നതിൻ്റെ ആവശ്യം കൂടെ ഞാൻ ഉടനെ സൂചിപ്പിക്കുന്നതായിരിക്കും. രണ്ടാമത്തെ പ്രശ്നം എന്താണ്? അത് സിനിമാ ലോകത്തെ പ്രത്യേകമായി ബാധിക്കുന്നതാണ്. ഈ സിനിമാ ലോകത്തുള്ളവർ പ്രത്യേകമായി ഈ വൈകാരികമായ ക്ഷാമത്തിൻ്റെ ഇരകളാണ് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. കാരണം അവർ അഭിനയിക്കുകയല്ലേ, അവരെല്ലാം സംതൃപ്തിയിൽ നിൽക്കുകയല്ലേ, അവർക്ക് വലിയ പ്രശസ്തിയും പണക്കൊഴുപ്പുമില്ലേ, എല്ലാമുണ്ട്. അതുകൊണ്ടാണ് അവിടെ പ്രശ്നം. അവർ ആയിരിക്കുന്ന ലോകം, അവരുടെ പ്രവർത്തന മേഖല, അവരുടെ അവസ്ഥ, അഭിനയമെന്നത് ബൗദ്ധികമായോ വൈകാരികമായോ പ്രവർത്തനശേഷിപരമായോ ഒരു വ്യക്തിക്കും വളരുവാൻ ഉതകുന്ന ഒരവസ്ഥയല്ല. അഭിനയിക്കുന്നതിൽ കൂടെ ആരുടെയും മനുഷ്യത്വം മെച്ചപ്പെടുകയില്ല. അഭിനയിക്കുന്നതിനാൽ കൂടുതൽ ഉള്ളതുപോലും നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് അതേസമയം തന്നെ ഈ നടീനടന്മാർക്ക് ഗ്ലാമർ ഉള്ളതുകൊണ്ട് സമൂഹത്തിൽ വരുമ്പോൾ അവർക്ക് വലിയ സ്ഥാനവും മാനവും ഒക്കെ നാം കൽപ്പിക്കുകയാണ്. ഏതടിസ്ഥാനത്തിലാണ് ഒരു സിനിമാ നടനെക്കൊണ്ട് നടിയെക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുന്നത്? ഏതടിസ്ഥാനത്തിലാണ് ഇവരെ ബഹുമാനിക്കുന്നത്, ആദരിക്കുന്നത്? ഇവരിൽ നിന്ന് എന്ത് അറിവ് പ്രാപിക്കാനാണ്, എന്ത് ആദർശങ്ങൾ കേൾക്കുവാനാണ്, എന്ത് പ്രചോദനം ഉൾക്കൊള്ളുവാനാണ് നാം ഇവരെ വിളിക്കുകയും വെള്ളമൂറിക്കൊണ്ട് ഇവരെ നോക്കുകയും ചെയ്യുന്നത്? ഒറ്റ ഒരു കാര്യമാണ്, നമുക്ക് ഗ്ലാമർ വേണം. ഈ ഗ്ലാമർ എന്നത് നമ്മുടെ ഉള്ളിലെ വൈകാരികമായ ആ പട്ടിണി, ദാരിദ്ര്യം, ആ വൈകാരിക തെണ്ടികളാണ്. അതിൽ നിന്ന് എന്തെങ്കിലും ഒരു അല്പസമയത്തേക്ക് നൈമിഷികമായ ഒരു സുഖം, അതിൻ്റെ പേരാണ് ഈ ഗ്ലാമർ. ഗ്ലാമറിന് വേണ്ടി ദാഹിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ചപ്പും ചവറുമാണ്. നീ അവിടെ നിന്ന് ഒന്ന് ചിരിക്കുമ്പോൾ, ഒന്ന് അഭിനയിക്കുമ്പോൾ എൻ്റെ മനസ്സിതാ സന്തോഷം കൊണ്ട്, നിർവൃതി കൊണ്ട് നിറയുന്നു. അങ്ങനെ പറഞ്ഞൊരു തിരുമേനി നമുക്കുണ്ട്. കുന്നംകുളത്തെ ഒരു തിരുമേനിയുണ്ട്. ഒരു തമിഴ് സിനിമാ നടിയെ കാണാനായിട്ട് 17 വർഷം ഞാൻ വെള്ളമൂറി കാത്തിരുന്നവനാണേ എന്ന് മൈക്കിൽ കൂടെ ഉച്ചാസ്ഥരം വിളിച്ച് പറഞ്ഞ ഒരു സത്യസന്ധനായ തിരുമേനി നമ്മുടെ കേരളത്തിലുണ്ട്. മറ്റുള്ളവർക്ക് ആ താല്പര്യമില്ലാഞ്ഞിട്ടല്ല, അവർക്ക് ഇദ്ദേഹത്തെ പോലെ സത്യസന്ധത അത്രയുമില്ല. അതുകൊണ്ട് മാത്രമാണ് നാം ഗ്ലാമർ മാത്രം അന്വേഷിച്ച് നടക്കുന്നവരാണ്. എന്തുകൊണ്ടാണ് ഇത്രമാത്രം നാം ഗ്ലാമറിന് വേണ്ടി നടക്കുന്നത്, ദാഹിക്കുന്നത്, എല്ലാം മറന്നതിൻ്റെ പുറകെ കാലും പറിച്ച് ഓടുന്നത് എന്ന് നാം മനസ്സിലാക്കിയേ മതിയാകുകയുള്ളൂ. ഞാനൊരിക്കൽ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ പഠിപ്പിക്കുന്ന കാലത്ത്, കുറേ നാൾ മുൻപാണ്, ഒരു ക്ലാസ് എടുത്ത ശേഷം ഞാൻ സ്റ്റാഫ് റൂമിലേക്ക് ചെന്നപ്പോൾ അന്ന് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവനായിരുന്ന യുഗൽ കിഷോർ ശർമ്മ, YK ശർമ്മ അവറുകൾ വളരെ സുന്ദരനായ ഒരു വ്യക്തിയുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അദ്ദേഹം, എനിക്ക് ദൂരെ നിന്ന് മനസ്സിലായി, അദ്ദേഹം ഒരു ബോളിവുഡ് ആക്ടറാണ്, വളരെ വളരെ പ്രശസ്തി ആർജിച്ചൊരു ആക്ടറാണ്. അപ്പം ഞാൻ സാധാരണ ഇരിക്കുന്ന ആ ഇരിപ്പിടത്തിലേക്ക് പോയിരുന്നപ്പോൾ YK ശർമ്മ എന്നെ വിളിച്ചു, വന്നേ അയ്യോ ഇവിടെ നിൽക്കുന്നു. അപ്പം ഞാൻ YK ശർമ്മ എൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ആയതുകൊണ്ട് അന്ന് എനിക്ക് വലിയ പ്രായമൊന്നുമില്ല, ഒരു 35 വയസ്സേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം വിളിച്ചതായതുകൊണ്ട് ഞാൻ ചെന്നു. അപമാനിക്കരുതല്ലോ, അവഹേളിക്കരുതല്ലോ. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇത് അദ്ദേഹത്തെ അറിയില്ലേ? ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ വലിയ പരിചയമൊന്നുമില്ല.
അയ്യോ, നമ്മുടെ സ്റ്റുഡൻ്റായിരുന്നു ഇദ്ദേഹം. ബോളിവുഡിലെ അതാണ്. ഞാൻ പറഞ്ഞു എനിക്ക് ബോളിവുഡും കോളിവുഡും വലിയ താല്പര്യമൊന്നുമില്ല, എൻ്റെ താല്പര്യങ്ങൾ വേറെയൊക്കെയാണ്. അപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ വൈ.കെ. ശർമ്മയുടെ മുഖവും പോയി, ഈ നിൽക്കുന്ന ആളിൻ്റെ മുഖവും പോയി, കാറ്റ് പോയി. ഇതാണ് ഗ്ലാമർ കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ്? ഒരുത്തൻ്റെ ഗ്ലാമറും കൊണ്ട് അവിടെ നിൽക്കുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ്? അവൻ അഭിനയിക്കുന്നെങ്കിൽ അവന് കൊള്ളാം. ഞാൻ ഇവിടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ജോലിയാണ്. അതിനെനിക്ക് പ്രയോജനം കിട്ടുന്ന ഒരു കച്ചിത്തുരുമ്പ് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് പ്രാപിപ്പാനില്ല. ടോം ഓൾട്ടർ എന്ന് പറയുന്ന ഒരു ബോളിവുഡ് നടൻ ഒരിക്കലും എന്നെ കാണാൻ വന്നു. അത് നേരത്തെ അപ്പോയിൻമെൻ്റൊക്കെ എടുത്ത് എന്നെ കാണാൻ വന്നു. എന്തിനാണ് കാണാൻ വന്നത്? അദ്ദേഹത്തിന് ഒരു ഇംഗ്ലീഷ് നാടകം അഭിനയിക്കണം. അത് വെയിറ്റിംഗ് ഫോർ ഗോഡോ എന്ന് പറയുന്ന അബ്സേർഡ് ഡ്രാമ, ഒരു ഫോം ഓഫ് ട്രഡീഷൻ ഓഫ് ഡ്രാമ, സാമ്യുവൽ ബെക്കറ്റ് എഴുതിയത്. അതിൻ്റെ ക്രിസ്ത്യൻ ഇൻ്റർപ്രിട്ടേഷൻ ഒക്കുമോ എന്നറിയാനായിട്ട് അദ്ദേഹം 1 മണിക്കൂർ എനിക്ക് തരണം എന്ന് പറഞ്ഞു. ഞാൻ സമ്മതിച്ചു. ഐ ഇൻറ്ററാക്റ്റഡ് വിത്ത് ഹിം. അല്ലാതെ എത്രയോ നടികളും നടന്മാരും ഒക്കെ അതിലെ പോലും ഞാൻ ആരെയും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞാൻ മറ്റൊന്നും കൊണ്ടല്ല, ഈ ഒരു കാഴ്ചപ്പാട് എനിക്ക് എക്കാലത്തും ഉണ്ടായിരുന്നു. ഇവർക്ക് സമൂഹം കൽപ്പിക്കുന്ന വലിയ ഗ്ലാമർ വെറും പൊള്ളയാണ്, ശൂന്യമാണ്, നാണക്കേടാണ് വാസ്തവത്തിൽ. പോട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഈ നടീനടന്മാരുടെ വ്യക്തിപരമായ അവസ്ഥ എന്താണെന്നും അവർ ആയിരിക്കുന്ന വൈകാരികമായ ക്ഷാമം, പാപ്പരത്വം, പട്ടിണി, ദാരിദ്ര്യം എന്താണെന്നും സമൂഹം അറിയുന്നില്ല. അവർക്ക് നോർമലായി ജീവിക്കാൻ ഉള്ള അവസരമില്ല. അവരുടെ വ്യക്തിത്വം മനുഷ്യത്വത്തിലേക്ക് വളരുവാനുള്ള യാതൊരു സാഹചര്യവുമില്ല. അങ്ങനെ വരുമ്പോൾ അവർ ഉള്ളിൽ വഹിച്ചുകൊണ്ടിരിക്കുന്ന ശൂന്യതയുടെ ഒരവസ്ഥയുണ്ട്. ശൂന്യത എന്ന് പറഞ്ഞാൽ അത് അസ്ഥിരതയാണ്, ഇൻസ്റ്റെബിലിറ്റി എന്ന് പറയും. എംപ്റ്റിനെസ് ഈസ് എ കണ്ടീഷൻ ഓഫ് ഇൻസ്റ്റെബിലിറ്റി. അപ്പോൾ അതുകൊണ്ട് ആരുടെയെങ്കിലും മണ്ടേ കൊണ്ട് വെക്കണം. അപ്പോൾ ഒരു ജനപ്രിയ നായകൻ, അദ്ദേഹത്തിന് നല്ല ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട്. അദ്ദേഹം മാന്യമായ കുടുംബജീവിതം നയിക്കുന്ന വ്യക്തിയാണ് ആണ്. പക്ഷേ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആവശ്യമൊന്നും നടക്കത്തില്ല. കാരണം ഈ വൈകാരികമായ ദാരിദ്ര്യമുള്ളിൽ നിലനിൽക്കുമ്പോൾ ഒരിക്കലും മറ്റൊരു സ്ത്രീയോട്, ഒരേ ഒരു സ്ത്രീയോട് മാത്രം വിശ്വസത പാലിച്ച് ആജീവനാന്തം ജീവിക്കുവാൻ അവന് സാധ്യമല്ല. അവൻ അപ്രകാരം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നവർ ഏതാണ്ട് ത്രിശങ്കു സ്വർഗത്തിൽ, മൂഢൻ്റെ സ്വർഗത്തിൽ വസിക്കുന്നവരാണ്. അവനുള്ളിൽ വഹിച്ചുകൊണ്ട് നടക്കുന്നൊരു ശൂന്യതയുണ്ട്. എടുക്കാൻ വയ്യാത്ത ഭാരം ശൂന്യതയാണ്. അതെവിടെയെങ്കിലും കൊണ്ട് ഇറക്കി വെക്കണം. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അത് എന്നേക്കുമായി ഇറക്കി വെക്കാനൊക്കത്തില്ല. അത് അല്പം ഒന്ന് ഇറക്കി വെച്ചു, വീണ്ടും തലയിൽ കയറി, ഇറക്കി വെച്ച് കഴിയുമ്പോഴത്തേനും തലയിൽ കയറി, പിന്നെ അടുത്ത ആടെയെങ്കിലും തലയിൽ കൊണ്ടുവെക്കണം. അതിൻ്റെ പേരാണ് ചൂഷണമെന്നുള്ളത്. ഇതാണ് എൻ്റെ സത്യാവസ്ഥ. അതുകൊണ്ടിപ്പോൾ ഒരു ഹേമ കമ്മിറ്റി വന്നതുകൊണ്ടോ അതിൻ്റെ അന്വേഷിക്കാൻ വേറെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീം ഉണ്ടായതുകൊണ്ടോ കേരളത്തിലെ മാധ്യമങ്ങൾ കിടന്ന് കുരച്ചതുകൊണ്ടോ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തിയതുകൊണ്ടോ ഈ അവസ്ഥയ്ക്ക് എന്തെങ്കിലും മാറ്റം വരുമെന്ന് ഞാൻ കരുതുന്നില്ല. സത്യമായി ഞാൻ കരുതുന്നില്ല. കാരണം ഇതെല്ലാവരെയും തുല്യമായി ബാധിച്ച ഒരു വലിയ പകർച്ചവ്യാധിയാണ്. ഇറ്റ്സ് എൻ എപ്പിഡമിക്, ദ എപ്പിഡമിക് ഓഫ് ഇമോഷണൽ സ്റ്റാർവേഷൻ. അതിൻ്റെ പലവിധമായ സിംറ്റംസാണ്, രോഗലക്ഷണങ്ങളാണ് നാം ഈ കാണുന്നത്. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, മാധ്യമങ്ങളിപ്പോൾ അലക്കിക്കൊണ്ടിരിക്കുന്നത് രോഗലക്ഷണങ്ങളെ എന്താണ് പറയുന്നത്, വെടിവെക്കാൻ, ടു ഷൂട്ട് ദ സിംറ്റംസ് ഓഫ് ദ ഡിസീസ്. അത് നല്ല ഭ്രാന്തുള്ളവർക്കേ അത് ചെയ്താൽ പ്രയോജനമുണ്ട് എന്ന് വിശ്വസിക്കാൻ കഴിയും. ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല. ഈ ഒരു പ്രശ്നത്തിന് മാറ്റം വരണമെങ്കിൽ ഇതിൻ്റെ മൂല കാരണം എന്താണെന്ന് വ്യക്തമായി സത്യസന്ധമായി മനസ്സിലാക്കുകയും ആ പ്രശ്നത്തിന്, ആ രോഗത്തിന്, സാംസ്കാരിക, ആധ്യാത്മിക, ധാർമ്മിക രോഗത്തിന് തക്കതായ
ചികിത്സ നടത്തുകയും അത് സമൂഹത്തെ ആകമാനം ചികിത്സിക്കുകയും ചെയ്യാതെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുകയില്ല, ഉണ്ടാകുകയില്ല, ഉണ്ടാകുകയില്ല. സ്വാമിയേ ശരണം, ഉണ്ടാകുകയില്ല. ഞാൻ മലയിൽ പോകുന്നവനല്ല, നിങ്ങൾക്കറിയാം. എന്നാലും ഞാൻ വീണ്ടും പറയുന്നു, ഉണ്ടാകുകയില്ല, ഉണ്ടാകുകയില്ല. സ്വാമിയേ ശരണം, ഉണ്ടാകുകയില്ല. ഇതാണ് എൻ്റെ സത്യം. ഇത് നിങ്ങളോട് ആരും പറയില്ല. അതുകൊണ്ട് മാത്രമാണ് ഈ കിഴവൻ ഈ കാര്യം നിങ്ങളോട് പറയുന്നത്. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആമേൻ.